വീണ്ടും ട്രംപിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ അമേരിക്കയിൽ ട്രംപിന് പിന്തുണ ലഭിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇറാൻ യുദ്ധത്തിൽ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ സൈനിക നീക്കങ്ങൾ നിയന്ത്രിക്കാൻ കൊണ്ടുവന്ന പ്രമേയം US സെനറ്റ് തള്ളി. 47-നെതിരെ 53 വോട്ടുകൾക്ക് ആണ് പ്രമേയം തള്ളിയത്. ഇതോടെ ഇറാൻ യുദ്ധത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഇടപെടൽ കൂടുതൽ ശക്തമാകും. യുദ്ധത്തിൽ അമേരിക്കയും ഇസ്രായേലിൻ്റെയും പ്രകടനത്തിന് 10-ൽ 15 മാർക്ക് നൽകുന്നതായി ട്രംപ് അഭിപ്രായപ്പെടുകയും ചെയ്യുന്നു. We're doing very well on the war front, to put it mildly, I would say. Somebody said, on a scale of 10, where would you rate it? I said about a 15. And we're going to continue to do well. We have the greatest military in the world by far. നിങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൺ, ട്രംപിൻ്റെ നീക്കങ്ങൾക്ക് അമേരിക്കയിൽ പിന്തുണ ലഭിക്കുന്നുണ്ട്. US സെനറ്റിൽ ശക്തമായ വോട്ടെടുപ്പാണ് നടന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. 47-നെതിരെ 53 വോട്ട്. അപ്പോൾ എന്തായാലും നേരിയ മുൻതൂക്കം ട്രംപിന്റെ നീക്കങ്ങൾക്കുണ്ട്. അത് സെനറ്റിലെ വോട്ടെടുപ്പ് കണ്ടാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ട്രംപിന്റെ നീക്കങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം പകരുന്നുണ്ട് ഫലമാണ് വന്നത്. എന്തായാലും ഇനി സൈനിക നടപടി ട്രംപ് കടുപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല, അല്ലേ ഐസൻ? തീർച്ചയായും രാഖി, സൈനിക നടപടി കടുപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അതിൻ്റെ വാക്കുകളാണ് ഇന്നിപ്പോൾ ട്രംപിൻ്റെ വാക്കുകളാണ് ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത്. താങ്കൾ അതായത് എങ്ങനെയാണ് ഈ യുദ്ധവുമായുള്ള പെർഫോമൻസിനെ റേറ്റ് ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് സ്വാഭാവികമായൊരു മറുപടി അദ്ദേഹം പറയുന്നത് 10-ൽ എത്ര മാർക്ക് കൊടുക്കുമെന്നല്ല, 10-ൽ 15 മാർക്ക് ലഭിക്കുന്നുണ്ട് എന്നാണ്. അത്രയ്ക്കും കൃത്യമായൊരു നിലപാട് ആ വിഷയത്തിൽ ട്രംപ് സ്വീകരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. അതായത് തൻ്റെ സൈന്യത്തിൻ്റെയും സൈനിക സംവിധാനങ്ങളുടെയും ഇസ്രായേലുമായുള്ള സഖ്യനീക്കത്തിൻ്റെയും എല്ലാം തന്നെ ഒരു ഓവറോൾ പെർഫോമൻസ് ഏറെ മികച്ചതാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. അത് സേനയുടെ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും തുടർ നടപടികളിലേക്ക് കൃത്യമായ പ്രേരണ നൽകുന്നതുമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ട്രംപ് മുന്നോട്ട് പോകുന്നതെന്ന് തന്നെയാണ് ഇക്കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് US സെനറ്റിൽ ഇത് സംബന്ധിച്ച് ഡെമോക്രാറ്റുകൾ ഒരു പ്രമേയം കൊണ്ടുവന്നത്. ഇറാൻ യുദ്ധത്തിൽ ആക്രമണം അല്ലെങ്കിൽ ആ നീക്കങ്ങൾ നിർത്തിവെക്കാനുള്ളൊരു പ്രമേയമായിരുന്നു വന്നത്. അതുപോലെ തന്നെ ഇറാൻ്റെ പരിധിക്കപ്പുറത്ത് നമുക്കറിയാവുന്നതാണ് ശ്രീലങ്കൻ തീരത്തൊക്കെ കപ്പലാക്രമിച്ചൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു. ആ സംഭവത്തിലും ആ വിഷയത്തിലുൾപ്പെടെ ഈ പ്രസിഡൻറ്റിൻ്റെ നീക്കങ്ങളെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ അമേരിക്കയുടെ സൈന്യത്തിൻ്റെ നീക്കങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു സെനറ്റിലെ ഒരു പ്രമേയമായിരുന്നു വന്നത്. പക്ഷേ ആ പ്രമേയം തള്ളുകയായിരുന്നു സെനറ്റ് ചെയ്തത്. 47-നെതിരെ 53 വോട്ടുകൾക്കാണ് തള്ളിയത്. ചില ക്രോസ് വോട്ടിംഗ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. 2 റിപ്പബ്ലിക്കൻ അംഗങ്ങൾ മറിച്ച് വോട്ട് ചെയ്തു. അതുപോലെ തന്നെ സെനറ്റ് അംഗങ്ങൾ ഡെമോക്രാറ്റ് അംഗങ്ങൾ തിരിച്ചും വോട്ട് ചെയ്തു എന്ന വിഷയങ്ങളൊക്കെ വരുന്നുണ്ട്. എങ്കിൽ കൂടി 47-നെതിരെ 53 വോട്ടുകൾക്ക് 100 അംഗങ്ങളുള്ള സെനറ്റിൽ ഇത് പാസ്സായിരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ട്രംപിൻ്റെ നീക്കങ്ങൾക്ക് കൃത്യമായ പിന്തുണയുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ട്രംപ് പാർലമെൻറ്റിലും അല്ലെങ്കിൽ US കോൺഗ്രസ്സിലെല്ലാം തന്നെ ട്രംപിൻ്റെ നീക്കങ്ങൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട വിഷയം. തീർച്ചയായും ഇസ്രായേലുമായുള്ള സഖ്യവും അതുപോലെ തന്നെ ഈ ആക്രമണവും ഇറാനെതിരായ നീക്കവും ഇറാൻ്റെ വെല്ലുവിളി ബോധ്യപ്പെട്ടിരിക്കുന്നു അമേരിക്കയ്ക്ക് എന്ന് തന്നെയാണ്. അമേരിക്കൻ ജനപ്രതിനിധികൾക്കെല്ലാം തന്നെ അത് ബോധ്യപ്പെടുന്നു. ഇറാൻ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ നമുക്കറിയാവുന്നതാണ്, ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വളരെ കൃത്യമായി പറഞ്ഞത് ഇറാൻ വലിയൊരു ഭീഷണിയാണ്, അമേരിക്കയ്ക്ക് പോലും ഭീഷണിയാണ്. അവർ ആണവായുധങ്ങൾ അമേരിക്കയ്ക്കെതിരെ പോലും പ്രയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ഒഴിവാക്കുക തന്നെ വേണം. ഇറാൻ പിന്തുണ നൽകുന്ന ഏറ്റവും ഭീകരമായ രീതിയിൽ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യമെന്നാണ് ഇറാനെ പരാമർശിച്ചത്. ആ രാജ്യത്തിൻ്റെ സ്വാഭാവികമായ നീക്കങ്ങൾ പ്രതിരോധിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് ട്രംപ് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് വീണ്ടും തെളിയിക്കപ്പെടുന്ന നീക്കങ്ങൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനെ പൂർണ്ണ പിന്തുണ അല്ലെങ്കിൽ സെനറ്റിൻ്റെ പിന്തുണ കൂടി ലഭിക്കുന്നൊരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. പ്രമേയം സെനറ്റ് തള്ളുന്നൊരു സാഹചര്യം പോലും ഉണ്ടായിരിക്കുന്നു. തീർച്ചയായും ഇനിയും ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ സേന അറിയിക്കുകയും ചെയ്യുമ്പോൾ ഈ യുദ്ധം അതിശക്തമായി തുടരുകയും നിലവിലെ മുജ്തബ ഖൊമൈനിയൊക്കെ അധികാരത്തിലെത്തിയിട്ടുണ്ട് എങ്കിൽ കൂടി ആ സംവിധാനത്തെ പൂർണ്ണമായും തകർത്ത് ഒരു ജനാധിപത്യ സ്വഭാവമുള്ള സംവിധാനമോ അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനങ്ങളോ എല്ലാം തന്നെ കൊണ്ടുവരുന്നതിനുള്ള നീക്കങ്ങൾ തന്നെയാണ് പുരോഗമിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അച്ഛൻ, അതോടൊപ്പം തന്നെ ഈ ഇറാൻ ഗൾഫ് മേഖലയിൽ നടത്തുന്ന ആക്രമണത്തിന് യാതൊരു അയവിനും തയ്യാറല്ല എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ ഗൾഫ് മേഖലയിൽ അവർ ലക്ഷ്യമിടുന്നത് അമേരിക്കയുടെ സൈനിക താവളങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. എങ്കിൽ പോലും അവിടെ സാധാരണക്കാരായ ഒരുപാട് പേർ ഇരകളാകുന്നു. അവരുടെ ജീവിതം തന്നെ അനിശ്ചിതാവസ്ഥയിലാകുന്ന ഒരു സ്ഥിതിയൊക്കെയുണ്ട്. അപ്പോൾ എന്തായാലും ട്രംപ് ഇനി മുന്നോട്ട് തന്നെയാണ്, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഈ പ്രമേയമൊക്കെ തള്ളിപ്പോയ സ്ഥിതിക്ക് ഇറാന് പുതിയൊരു ഭരണ നേതൃത്വം വരുന്നു, പുതിയ പരമോന്നത നേതാവ് വരുന്നു. എങ്ങനെയാണ് ഈ ദിവസങ്ങൾ, വളരെ നിർണായകമായ ദിവസങ്ങളാണ്, ഈ യുദ്ധം ഇങ്ങനെ നീണ്ടു പോകും എന്നുള്ളത് തന്നെയാണല്ലേ?
ഇറാഖി യുദ്ധം അത്ര കണ്ട് നീളും എന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ പറഞ്ഞത്. പക്ഷേ നമുക്കറിയാവുന്നതാണ് ട്രംപ് പറഞ്ഞത് 4-5 ആഴ്ചകൾ നീളുമെന്നാണ്. സ്വാഭാവികമായും 4-5 ആഴ്ച എന്ന് പറയുന്നത് ഒരു സ്വാഭാവികമായ അല്ലെങ്കിൽ ഒരു നീക്കങ്ങൾ നടക്കാനുള്ള എല്ലാ സാധ്യതയും മുൻകൂട്ടി കാണാൻ സാധ്യതയുള്ള ഒരു കാര്യങ്ങളാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല മറ്റു രീതിയിലുള്ള സൈനിക ഇടപെടലുകൾ, ഏത് രീതിയിലുള്ള സൈനിക ഇടപെടലാണോ ഇറാൻ നടത്താൻ ഉദ്ദേശിക്കുന്നത് അതിനെയും കൃത്യമായി ലക്ഷ്യമിടുന്ന നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സബ്മറൈൻ അറ്റാക്കിലൂടെ ഇന്നലെ ശ്രീലങ്കയിൽ കപ്പൽ തകർത്ത ഒരു ശ്രീലങ്കൻ തീരത്ത് ഇറാൻ്റെ കപ്പൽ തകർത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത്തരത്തിലുള്ള നീക്കങ്ങളിലൂടെ എല്ലാം തന്നെ ഇറാനെ കൃത്യമായും ദുർബലപ്പെടുത്തുക എന്ന കണിശമായ നീക്കം തന്നെയാണ് അമേരിക്ക തുടരുന്നത് എന്ന കാര്യത്തിലും തർക്കമില്ല. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ, നേരത്തെ ഇറാഖി ചോദിച്ചതുപോലെ, ഇറാൻ ഇത്ര കണ്ട് പശ്ചിമേഷ്യയിൽ വെറുക്കപ്പെട്ട ഒരു രാജ്യമായി മാറിയത് ഈ GCC രാജ്യങ്ങളെ ആക്രമിച്ചതോടെയാണ്. GCC രാജ്യങ്ങളെ ആക്രമിക്കുമ്പോൾ കേവലം ആ GCC രാജ്യങ്ങളോ അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള രാജ്യങ്ങളോ മാത്രമല്ല എതിർപ്പറിയിക്കുന്നത്. കാരണം ഭാരതത്തിലെ നിരവധിയായ ജനങ്ങൾ അവിടെയുണ്ട്. അതുപോലെ ലോകം മുഴുവനുമുള്ള വലിയ തോതിലുള്ള തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്നൊരു പ്രദേശമാണത്. അതുകൊണ്ട് തന്നെ ലോകം മുഴുവനുള്ള പൗരന്മാർ അവിടെയുണ്ട്. ആ പൗരന്മാരുടെ ജീവന് വെല്ലുവിളിയായ സാഹചര്യം ഉയർന്നതോടെ ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതിൽ വല്ലാത്ത ആശങ്ക രേഖപ്പെടുത്തുന്നുണ്ട്. അതായത് മാനവീയതയ്ക്കെതിരായൊരു യുദ്ധമായി ഇറാൻ്റെ നീക്കം ഇറാൻ്റെ മറ്റു പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ ആക്രമിക്കുന്ന നീക്കമായി മാറി എന്നത് ഗൗരവതരമായൊരു സ്വഭാവമാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ആദ്യം ഇറാൻ യുദ്ധത്തെ എതിർത്ത ഫ്രാൻസ് സ്വാഭാവികമായും ഒരു നിലപാടെടുക്കുകയും ആ നിലപാട് പശ്ചിമേഷ്യയിലെ തങ്ങളുടെ സൗഹൃദ രാജ്യങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കാനുള്ള ഇടപെടലുകൾ നടത്തും, അതിനുവേണ്ടി പശ്ചിമേഷ്യയിലെ സൈനിക താവളങ്ങളിൽ നിന്നും നിരീക്ഷണം നടത്തുമെന്ന് കൃത്യമായ ഒരു അറിയിപ്പ് നൽകുകയും റഫാൽ വിമാനങ്ങൾ ആ മേഖലയിൽ റോന്തു ചുറ്റി തങ്ങളുടെ സൗഹൃദ രാജ്യങ്ങളെ സുരക്ഷിതമായി നിർത്തുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നതെന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇത്തരത്തിൽ വിശാലമായ രീതിയിലുള്ള നിലപാടുകൾ ഫ്രാൻസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും അത്തരത്തിലുള്ള സഖ്യരാജ്യങ്ങളുടെ ഭാഗത്ത് ചൈന തള്ളി പറഞ്ഞിരിക്കുന്നു. അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് UN സെക്യൂരിറ്റി കൗൺസിലിലെ രാജ്യങ്ങൾ പോലും അംഗീകരിക്കാത്തൊരു നീക്കം അല്ലെങ്കിൽ സ്ഥിരാംഗങ്ങൾ പോലും അംഗീകരിക്കാത്തൊരു നീക്കമാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതുതന്നെയാണ് ഇറാനെ ഏറ്റവും വലിയ അബദ്ധമായി മാറിയത്. വടികൊടുത്തടി വാങ്ങിയ അവസ്ഥയിലാണ് ഇറാൻ ഉള്ളത് എന്ന കാര്യത്തിലും തർക്കമില്ല. അതിശക്തമായ ആക്രമണം ഇറാനെതിരെ തുടരാനുള്ള ഒരു വഴിയായും ആ വഴി മറ്റു രാജ്യങ്ങൾക്ക് കൃത്യമായി അതിനെ പിന്തുണയ്ക്കേണ്ട ഒരു സാഹചര്യവും GCC രാജ്യങ്ങൾ തിരിച്ചടിക്കണമെന്നൊരാവശ്യം മുന്നോട്ട് വയ്ക്കുന്ന അത്തരത്തിലൊരു നീക്കം പോലും നടക്കുമ്പോൾ സ്വാഭാവികമായും മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ രീതിയിലുള്ള എതിർപ്പ് ഇറാനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നു വന്നു. അതുപോലെ തന്നെ ആഭ്യന്തരമായും ഉയർന്നു വന്നു. കുർദിഷ് വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നെല്ലാം തന്നെ ഒരു വലിയ ജനകീയ മുന്നേറ്റമുണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് IRGCയുടെ സൈനിക വിന്യാസം നടത്തേണ്ട സാഹചര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നു. അത്തരത്തിൽ അതിശക്തമായ രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നൊരു നീക്കമാണ് ഇപ്പോൾ സംവിധാനങ്ങൾ ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഇറാൻ ഉണ്ടായിട്ടുള്ളത്. ഇറാൻ ഒരു അബദ്ധമാണ് ഈ GCC രാജ്യങ്ങളെ ആക്രമിച്ചത് എന്നതും ഒരു യാഥാർത്ഥ്യമായി തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒന്നുണ്ട്. ഇസ്രയേൽ ഇപ്പോൾ ഇറാനിൽ മാത്രമല്ല, അല്ലെങ്കിൽ ഇറാനെതിരെ മാത്രമല്ല, ലബനനെതിരെയും കൃത്യമായ ഒരു സൈനിക നടപടി നടത്തുന്നുണ്ട്. അത് സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും അപ്ഡേറ്റുകൾ വരുന്നുണ്ടോ വൈസൻ? ഇത് സംബന്ധിച്ച് ഇന്നലെ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഹിസ്ബുള്ളയുടെ 2 നേതാക്കളെ വധിച്ചു. ഹിസ്ബുള്ളയുടെ സൈനിക കമാൻഡറെ വധിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള സൈനിക കമാൻഡർമാർക്കുള്ള നീക്കങ്ങൾ നടത്തുന്നു. അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഈ ലെബനനിൽ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളാണ്. ഹിസ്ബുള്ള പ്രോക്സിയാണ്, നമുക്കറിയാവുന്നതാണ്. ഖുഡ്സ് ഫോഴ്സിൻ്റെ, അതായത് മറ്റൊരു പ്രോക്സിയായ IRGCയുടെ മറ്റൊരു പ്രോക്സി എന്ന് തന്നെ പറയാവുന്ന ഒരു അസിസ്റ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഖുഡ്സ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഖുഡ്സ് ഫോഴ്സിൻ്റെ വിഭാഗങ്ങളും അതുപോലെ തന്നെ IRGCയുടെ ഉന്നത ഓഫീസർമാരും ലെബനനിലെ ഹിസ്ബുള്ളയെ ശാക്തീകരിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയെന്നതാണ് ഏറ്റവും ഗൗരവമേറിയൊരു വിഷയമായി മാറിയിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ മറ്റൊരു സംഭവവികാസം ഏറ്റവും പ്രധാനപ്പെട്ടത് ഉണ്ടായിരിക്കുന്നത് ടർക്കിക്കെതിരെയും ഇന്നലെ ആക്രമണം നടത്തിയെന്നതാണ്. ടർക്കിക്കെതിരെ നടത്തിയ ആക്രമണത്തിൽ ആ മിസൈൽ ഇറാൻ്റെയും അതുപോലെ തന്നെ സിറിയയുടെയും വ്യോമാതിർത്തിയിലൂടെ വന്ന മിസൈൽ കൃത്യമായി നേറ്റോയുടെ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു എന്ന വാർത്തയായിരുന്നു ഇന്നലെ ഏറ്റവും പ്രാധാന്യത്തോടെ പുറത്തു വന്നത്. സ്വാഭാവികമായും നേറ്റോ രാജ്യങ്ങൾ, 32ഓളം രാജ്യങ്ങളുള്ള നേറ്റോ സഖ്യവും ഈ വിഷയത്തിൽ ഇൻവോൾവ്ഡ് ആകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ പീറ്റ് ഹെഗ്സെത്ത് പറഞ്ഞത് അത് നേറ്റോ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൻ്റെ ഒരു സ്വിഫ്റ്റ് റിയാക്ഷൻ ഭാഗമായി കണക്കാക്കേണ്ടതില്ല എന്നാണ്. എങ്കിലും അതൊരു നേറ്റോ രാഷ്ട്രത്തിനെതിരെ വന്നൊരു പ്രതിരോധമായതുകൊണ്ട് തന്നെ നേറ്റോ അംഗമല്ലാത്തൊരു രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്ന് നേറ്റോ രാഷ്ട്രത്തിനെതിരെ ഒരു ആക്രമണം വരുമ്പോൾ പ്രതിരോധിക്കുക എന്നത് നേറ്റോ സഖ്യത്തിൻ്റെ ഒരു അടിസ്ഥാന തത്വമാണ്. ആ തത്വത്തിൻ്റെ ഭാഗമായുള്ള നീക്കം പോലും നടന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഗൗരവമേറിയൊരു വിഷയം. സ്വാഭാവികമായും ഇസ്രയേൽ അമേരിക്ക സഖ്യമാണ് യുദ്ധത്തിൽ നേരിട്ട് ഏർപ്പെട്ടിട്ടുള്ളത് ഇറാനെതിരെ എങ്കിൽ കൂടി നിലവിലത് നേറ്റോയുടെ ഇടപെടലിലേക്ക് നീങ്ങുമോ എന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അത് പശ്ചാത്തലവും സൂചനയും വരുന്നു എന്നതാണ് ഏറ്റവും ഗൗരവത്തോടെ നിരീക്ഷിക്കേണ്ട ഒരു കാര്യം.